ഓണം വരവായി. ഓണം വരവായി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ആ പണ്ടത്തെ മാവേലി മന്നൻ നാടുവാണ കാലമാണ്. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, കള്ളവുമില്ല ചതിയുമില്ല. ഓർമ്മയുണ്ടല്ലോ ആ കുട്ടിക്കാലത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള ആ പാട്ട്? ആ പാട്ടാണ് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരിക. എല്ലാവരും അത് പൊക്കി പിടിച്ചാണ് ഓണത്തെ എങ്ങനെ വരവേൽക്കണം എന്നൊക്കെ പറയാറുമുള്ളത്. പക്ഷേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്കൊരു സംശയമുണ്ട്. കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. അതായത് നമ്മളുടെ ഉൽപ്പാദന മേഖലയിൽ കാര്യമായിട്ടൊന്നുമില്ല. ഇവിടെ വ്യവസായങ്ങൾ വളരെ കുറവാണ്. ആകെപ്പാടെ കുറച്ച് വ്യാപാരമുണ്ട്. വ്യവസായം കുറവാണെങ്കിലും വ്യാപാരം ഇഷ്ടം പോലെ. അതുകൊണ്ടാണ് വ്യാപാരം ഇഷ്ടം പോലെ ആകുന്നത്. എന്താ? എന്ത് കൊണ്ടുവന്ന് വെച്ചാലും വാങ്ങാൻ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മുടെ സംസ്ഥാനത്തെ ഉപഭോക്തൃ സംസ്ഥാനം എന്ന പേര് വന്നത്. അപ്പം നമ്മൾ ഉപഭോക്തൃ സംസ്ഥാനമാണ്. മറിച്ച് വ്യാവസായിക സംസ്ഥാനങ്ങൾ, ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ ധാരാളമുണ്ട്. ഉദാഹരണത്തിന് മഹാരാഷ്ട്ര, അതുപോലെ ഗുജറാത്ത്, കർണാടക, തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന, ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളാണ്. അവരൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപഭോഗം ചെയ്യുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറിയിട്ട് വർഷങ്ങളായി, അത് പതിറ്റാണ്ടുകളായി. അപ്പം അങ്ങനെയുള്ള കേരളത്തിന് ഈ തിരുവോണം വരുന്നു എന്ന് പറയുന്നത് കേരളക്കരയിലുള്ളവരെക്കാൾ കൂടി ആഘോഷമാക്കുന്നത് ഈ ഉൽപ്പാദന സംസ്ഥാനങ്ങളിലുള്ളവരാണ്, അവിടുത്തെ വ്യവസായികളും വ്യാപാരികളുമാണ് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ഒരു ചെറിയ ഉദാഹരണം ചൂണ്ടിക്കാണിച്ച് പറയാം. നമ്മുടെ അമിതാഭ് ബച്ചൻ എല്ലാവരും അറിയും അല്ലേ? അത്ര സ്തുത്യർഹനായ അഭിനേതാവായിരുന്നു. ഇപ്പോഴും അദ്ദേഹം ക്രോർപതി, അങ്ങനെ പല ഫങ്ഷൻസുമായിട്ട് സമൂഹ മാധ്യമങ്ങളിലും ജനങ്ങൾക്കിടയിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ്. അദ്ദേഹം ഈ അടുത്ത ദിവസം പത്രത്തിൽ വന്ന ഒരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. കോൻ ബനേഗ ക്രോർപതി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൻ്റെ ഒറ്റ എപ്പിസോഡിന് അദ്ദേഹം എന്ന സെലിബ്രിറ്റി വാങ്ങുന്ന പണം എത്രയാണെന്നറിയാമോ? 5 കോടി രൂപ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു ദിവസം ചെയ്യുന്ന ഒരു എപ്പിസോഡിന് 5 കോടി രൂപ പ്രതിഫലം മേടിക്കുന്നു എങ്കിൽ, ഒരു ദിവസം 5 കോടി ആയിരിക്കത്തില്ല, ആ ഒരു എപ്പിസോഡ് കുറച്ച് ദിവസം കാണുമായിരിക്കും. അപ്പോൾ അതിനാണ് ഈ 5 കോടി രൂപ മേടിക്കുന്നത്. ഒരു എപ്പിസോഡ് തീരുന്നത് വരെയുള്ള കാലഘട്ടത്തിനാണ് 5 കോടി. അതിൻ്റെ കൃത്യത എനിക്കറിഞ്ഞുകൂടാ. അങ്ങനെ 5 കോടി മേടിക്കുന്നു. ഈ 5 കോടി ഈ പറയപ്പെട്ട ചാനൽ, ഏത് ചാനലിലാണോ കോൻ ബനേഗ ക്രോർപതി വരുന്നത്, അവരെവിടെ നിന്നാണ് കരസ്ഥമാക്കുന്നത്? അവരത് ആ ചാനൽ വ്യൂവേഴ്സിൽ നിന്നാണ്. ഞാനും നിങ്ങളും അതിൻ്റെ വ്യൂവേഴ്സ് ആണെങ്കിൽ നമ്മളിൽ നിന്ന് പിരിക്കുന്ന ചാർജിൽ നിന്നാണ് അവരത് ഈടാക്കുന്നത്. അപ്പോൾ അവർക്ക് ലാഭകരമാകത്തക്ക രീതിയിൽ നമ്മളിൽ നിന്ന് ചാർജ് ചെയ്യുന്നു. അതുകൊണ്ടാണല്ലോ അവർക്ക് അങ്ങനെ കോൻ ബനേഗ ക്രോർപതി പോലെയുള്ള ഇത് കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് അതെന്ന് പറയട്ടെ. അതായത് സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കുന്നത് ഒരു ഉൽപ്പാദന ചെലവിൻ്റെ കൂടെ, യഥാർത്ഥത്തിൽ എല്ലാ സാധനങ്ങളും ചേർത്ത ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുന്ന ആ ഉൽപ്പാദന ചെലവിൻ്റെ കൂടെ 30% വരെ പ്രോഫിറ്റിന്, അതായത് 30% വരെ ഉൽപ്പാദന ചെലവ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അതിൻ്റെ കൂടെ ഒരു 30% വരെ ലാഭത്തിന് വേണ്ടിയിട്ട് വില നിശ്ചയിക്കുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് 30%. അപ്പോൾ അതായിരിക്കും അതിൻ്റെ വിലയായിട്ട് വരിക. എന്ന് വെച്ചാൽ ഉൽപ്പാദന ചെലവിനേക്കാൾ 30% കൂട്ടിയ വിലയ്ക്കാണ് നമുക്ക് സാധാരണ രീതിയിൽ ഒരു ഉൽപ്പാദകൻ ഒരു ഉൽപ്പന്നം തരുന്നത്. പക്ഷേ അഡ്വർടൈസ്മെൻറ്റ് അതിൽ വരുന്നില്ല. അഡ്വർടൈസ്മെൻറ്റ് ഇതിനും മുകളിലാണ്, ഈ 30% ഇതിനും മുകളിലാണ് അഡ്വർടൈസ്മെൻറ്റ് വരുന്നത്. അപ്പോൾ സെലിബ്രിറ്റിയെ വെച്ച് അഡ്വർടൈസ് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നതിൻ്റെ ഒരു ചെറിയ തെളിവാണ് ഞാൻ കോൻ ബനേഗ ക്രോർപതിക്ക് അമിതാഭ് ബച്ചന് കൊടുക്കുന്ന പൈസ എത്ര എന്ന് പറഞ്ഞത്. നമ്മുടെ സെലിബ്രിറ്റീസ് നമുക്കറിയാം, ഓരോ മൈജി, അതുമല്ലെങ്കിൽ ആമസോൺ, അതുമല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട്, അതുമല്ലെങ്കിൽ ഇങ്ങനെ ഈ ഓണത്തിന് മാത്രമല്ല, ദീപാവലി, അങ്ങനെ ഏത് വിശേഷം ഇന്ത്യയിലുണ്ടായ അന്നൊക്കെ ഈ കേരളത്തിൽ ഈ പറയപ്പെട്ട പരസ്യത്തിൻ്റെ തട്ടുപൊളിപ്പൻ പരസ്യങ്ങളാണ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പരസ്യങ്ങൾ അതൊക്കെ സെലിബ്രിറ്റി ആയിരിക്കും അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഈ സെലിബ്രിറ്റികളൊക്കെ ഇങ്ങനെ ലക്ഷങ്ങളും കോടികളും അവരുടെ ഫീസായിട്ട് വാങ്ങിക്കൊണ്ടാണ് ഇത്തരം ഇതിന് വരുന്നത്. എന്നാൽ ഇവരാരെങ്കിലും ഈ ഉൽപ്പന്നം ഉപയോഗിച്ച് നോക്കിയിട്ടാണോ?
ഒരു കാരണവശാലും ഉപയോഗിച്ച് നോക്കി ഉറപ്പുവരുത്തിയിട്ടല്ല. ഭക്ഷ്യസാധനങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് വീട്ടിൽ ഉപയോഗിക്കുന്ന മിക്സി, അതുപോലെ റെഫ്രിജറേറ്ററിന് അധികം പരസ്യമില്ലെന്ന് തോന്നുന്നു ഇത്ര അധികം. പക്ഷേ മിക്സി പോലെയുള്ള സാധനങ്ങൾ, അതുപോലെ നമ്മുടെ ഗ്യാസ് സ്റ്റൗ പോലെയുള്ള സാധനങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാത്തിനും വലിയ അഡ്വർടൈസ്മെൻറ്റാണ്, മീനിങ്ലെസ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്. സത്യം പറഞ്ഞാൽ അത് ഉപയോഗിച്ച് നോക്കിയാൽ ആ അഡ്വർടൈസ് ചെയ്ത സെലിബ്രിറ്റി അത് വെച്ച് അടിച്ച് കൊല്ലാൻ തോന്നും. ആ തരത്തിൽ മോശം ക്വാളിറ്റി സാധനങ്ങളാണ് അത്ര സൂപ്പർ ഫൈൻ എന്ന് പറഞ്ഞ് അഡ്വർടൈസ് ചെയ്യുന്നത്. ഇങ്ങനെ അഡ്വർടൈസ് ചെയ്ത് വീഴിക്കുകയാണ് എന്നെയും നിങ്ങളെയും പോലെയുള്ള ബുദ്ധിശൂന്യരെ വീഴിക്കുകയാണ്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ സെലിബ്രിറ്റിക്ക് കൊടുക്കുന്ന പൈസ അത് ലക്ഷങ്ങളാകാം അല്ലെങ്കിൽ കോടികളാകാം. ഈ കൊടുക്കുന്ന പൈസ കൂടി നാം വാങ്ങിക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ വിലയിൽ വരികയാണ്. എന്നിട്ടാണ് 20,000 രൂപയുടെ സാധനം 5,000 രൂപയ്ക്ക് തരുന്നു. ഇങ്ങനെയൊക്കെ 75% ഡിസ്കൗണ്ട്, 50% ഡിസ്കൗണ്ട്, ഈ തരത്തിൽ ഡിസ്കൗണ്ട് പറയുന്നവർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അതിൻ്റെ കൂടെ 30% കൂട്ടിയാണ് വില ഫിക്സ് ചെയ്യുന്നത്. ആ വിലയുടെ മുകളിലേക്കാണ് ഈ പറയപ്പെട്ട അഡ്വർടൈസ്മെൻറ്റ് പരസ്യ ചാർജുകൾ, നിരക്കുകൾ വരുന്നത്. ആ പരസ്യ നിരക്കുകളും ഒക്കെ ഇട്ടിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് ഞങ്ങൾ ഇത്രയും 25% വിലയ്ക്കാണ്, 50% വിലയ്ക്കാണ് എന്നൊക്കെ നമ്മളോട് പറയുന്നത്. നമ്മളെപ്പോലുള്ള പമ്പര വിഡ്ഢികൾ അതൊക്കെ വിശ്വസിച്ച് അതിനകത്ത് ഈയാം പാറ്റകൾ വെളിച്ചത്തിൽ ചെന്ന് വീഴുന്നത് പോലെ ചെന്ന് വീഴുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഇപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ ഈ അടുത്ത ദിവസം, ഞാനല്ല പോയി വാങ്ങിച്ചത്, എൻ്റെ വീട്ടിലേക്ക് അരി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. മണ്ണന്തലയുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ്. സൂപ്പർ മാർക്കറ്റിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. മണ്ണന്തല എത്ര സൂപ്പർ മാർക്കറ്റ് ഉണ്ടെന്നും ഒക്കെയുള്ള മണ്ണന്തലക്കാർക്കും അതിനോട് ചേർന്ന് ഉള്ളത് അവർക്കും അറിയാം. ഈ അരി വാങ്ങിച്ചുകൊണ്ട് വന്നത് ഒരു ബ്രാൻഡഡ് ചാക്കിൽ നിന്ന് ലൂസായിട്ടാണ്. ബ്രാൻഡഡ് ചാക്ക് എന്ന് വെച്ചാൽ ആ ചാക്കിൽ ഉണ്ട് ആ ബ്രാൻഡ്, ഏത് ബ്രാൻഡ് അരിയാന്നുള്ള പേരുള്ള. അതുകൊണ്ടാണ് ഒരു ചാക്ക് അരി വാങ്ങിച്ചുകൊണ്ട് വന്ന 10 കിലോയുടെ ആണെങ്കിൽ 2 മാസം പിടിക്കും തീരാൻ. അപ്പോൾ പിന്നെ കുറച്ച് ലൂസായിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചാണ് ലൂസ് അരി വാങ്ങിച്ചുകൊണ്ട് വന്നത്. 5 കിലോ അരി കൊണ്ടുവന്ന് അത് അരി വയ്ക്കാൻ വേണ്ടിയിട്ട് അരി എടുത്ത് വെള്ളത്തിലിട്ട് കഴുകാൻ തുടങ്ങിയപ്പം എൻ്റെ കയ്യിലെല്ലാം അഴുകി ഇങ്ങനെ പിടിക്കുന്നത് പോലെ, എണ്ണമയം പറ്റുന്നു, എന്തോ ഒരു ആസിഡിറ്റി കയ്യെ പറ്റുന്നത് പോലെ എനിക്ക് തോന്നി. ഉടനെ ഞാൻ കൈ ഒന്ന് നോക്കിയപ്പം കയ്യിൽ ശരിക്കും ചുമന്ന ചായം പോലെ, നല്ലോണക്ക് ചുമന്ന ചായം പോലെ, മീൻസ് നമുക്ക് പറയുമല്ലോ നമ്മൾ ചെമ്പാവരി, ആ ചെമ്പാവരിയുടെ നിറമുണ്ടല്ലോ, ആ നിറത്തിലുള്ള ചായമാണ് പറ്റിയത്. കയ്യിൽ നിറച്ച് പറ്റിയിരിക്കുകയാണ്. ഉടനെ ഞാൻ പ്രഷർ കുക്കറിലിരുന്ന് ചൂടുവെള്ളം എടുത്ത് അരി വീണ്ടും കഴുകി. വീണ്ടും 2-3 പ്രാവശ്യം കഴുകിയപ്പോഴൊക്കെ വീണ്ടും എൻ്റെ കയ്യിൽ ആ ചായം പറ്റി. അപ്പം എനിക്ക് മനസ്സിലായി, ഇത് പണ്ട് ചാനലുകൾ കാണിച്ചിട്ടുണ്ട്. ഒരു പ്രമുഖ ചാനൽ കാണിച്ചിട്ട് ഞാൻ ഓർക്കുന്നു. കേരളത്തിൽ വിൽക്കാൻ വേണ്ടി അരി ഇങ്ങനെ ആ പ്രത്യേക ബ്രാൻഡ്, ഞാൻ പറഞ്ഞില്ല ഈ അരി വാങ്ങിച്ച ചാക്കിൻ്റെ ആ ബ്രാൻഡുകാർ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അവരുടെ ഫുൾ ആയിട്ടുള്ള 5 കിലോ പാക്കറ്റ്, 10 കിലോ പാക്കറ്റൊക്കെ ഞങ്ങൾ വാങ്ങാറുള്ളത്. അതിനൊന്നും പ്രശ്നം ഉണ്ടായിട്ടില്ല. ആ ചാക്കിൽ കണ്ടതുകൊണ്ടാണ് എൻ്റെ ഹസ്ബൻഡ് അത് വാങ്ങിച്ചത്. എന്നിട്ടാണ് ഇങ്ങനെ പറ്റിയത്. അപ്പം ആ ചാക്കിൽ ഈ പറയപ്പെട്ട സൂപ്പർ മാർക്കറ്റുകാരൻ എവിടുന്നോ കിട്ടിയ കള്ള അരി വിറ്റു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്നിട്ട് എൻ്റെ കൈ പിന്നെ ഞാൻ നല്ല സാനിറ്റൈസർ ഇട്ട് കഴുകിയതിന് ശേഷമാണ് കൈ അഴുക്ക് എണ്ണമയവും ആ ആസിഡിറ്റിയും പോയി 2-3 ആവർത്തി ഞാൻ കഴുകി സാനിറ്റൈസർ ഇട്ട്. അതിന് ശേഷമാണ് കൈ വൃത്തിയായത്. അപ്പോൾ അരിയാണെങ്കിലോ ഒരു വെള്ള അരി തന്നെ എന്ന് പറയത്തക്ക 2-3 പ്രാവശ്യമൂടെ കഴുകിയെങ്കിൽ പൂർണ്ണമായിട്ടും വെള്ളയായേനെ. അതുപോലെ ആ അരിയുടെ നിറം എല്ലാം ഒലിച്ചു പോയി. അങ്ങനെയുള്ള അരിയെ ഞാനത് ഹസ്ബൻഡിനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്താണ് ഇവിടുത്തെ ഈ പറയപ്പെട്ട നമ്മുടെ ഭക്ഷ്യ സുരക്ഷാ വിഭാഗം ചെയ്യുന്നത് എന്നൊന്ന് അന്വേഷിക്കണം. തിരുവോണം വരികയാണ്. പൂഴ്ത്തിവയ്പ് ഒരു വശത്ത്, ഇതുപോലെയുള്ള മായം ചേർക്കൽ ഒരു വശത്ത്. അതായത് വെള്ളയരി, ഇവിടെ കേരളത്തിൽ അധികം പേര് കഴിക്കാത്ത വെള്ളയരി ചെമ്പാവരിയാക്കി മാറ്റിയ പ്രക്രിയയുടെ ഗുണഭോക്താവാണ് ഞാനെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അത് തന്നെയല്ല, വെള്ളയരിക്ക് കൊടുക്കുന്നതിനേക്കാൾ ഉയർന്ന വിലയാണ് നമ്മൾ ചെമ്പാവരിക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ ഉയർന്ന വിലയ്ക്ക് വിൽക്കാൻ ഏറ്റവും വില കുറഞ്ഞ അരിയാണ് ഇങ്ങനെ മായം കലർത്തി, അതായത് ചായം കലർത്തി ഇങ്ങനെ ആക്കി കൊണ്ടുവരുന്നത്. അതിൽ വീണുപോയി ഞങ്ങളും. അപ്പോൾ മേടിച്ച അരി ഇനി എന്ത് ചെയ്യും എന്നറിഞ്ഞുകൂടെ. ഇനി എന്തായാലും ഞാനത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. ഇതുപോലുള്ള അനുഭവം ഉണ്ടായാൽ മനസ്സിലാക്കുക, അത് നമ്മൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ തന്നെ അറിയിക്കണം. അവർ പരിശോധിക്കണം. ഈ തിരുവോണം വരികയാണ്,
അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ കൊടുക്കണം. എന്നുവെച്ചാൽ അങ്ങനെ ഈ വീഡിയോ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ അടുക്കലും എത്തണം. അങ്ങനെ എത്തിക്കഴിയുമ്പോൾ അവർ ജാഗരൂകരാകും. അവർ തീർച്ചയായിട്ടും ഇതിനെതിരെ ആക്ഷൻ എടുക്കും. ആക്ഷൻ എടുത്തില്ലെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മുറയ്ക്ക് അടുത്ത നടപടി തുടങ്ങും. അത് കുറച്ച് വെയിറ്റ് ചെയ്യും ഞാൻ അതിനുശേഷം. അപ്പോൾ ഇത്തരക്കാരെ വെറുതെ വിടാൻ ഒട്ടും സന്തോഷമില്ലാത്ത ഒരു സ്വഭാവക്കാരിയാണ് ഞാൻ. അതുകൊണ്ടാണല്ലോ ഇത് നിങ്ങളോട് എല്ലാവരും പങ്കിടണം, നിങ്ങൾ അറിയണം. കാരണം ഇത്ര മാരകമായ മായം കലർത്തിയ തരത്തിലുള്ള സാധനങ്ങൾ നാം നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ മുതൽ എല്ലാവർക്കും, പ്രായമായവർക്കും എല്ലാവർക്കും കൊടുക്കുകയാണ്. എല്ലാവരുടെയും ആരോഗ്യം നശിപ്പിക്കുകയാണ്. ഉപഭോക്തൃ കേരളം എപ്പോഴും ശ്രദ്ധിക്കണം. ഇതുപോലെ, അതായത് പച്ചക്കറികളുടെ കാര്യം നമുക്കറിയാം, ഉള്ള വിഷം, ഉള്ള പെസ്റ്റിസൈഡ്സ് മുഴുവൻ അടിച്ച് കയറ്റിയ സാധനങ്ങളാണ് ഇവിടെ വരുന്നത്. അത് നിങ്ങൾ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാമോ? ഇപ്പോൾ വീട്ടിലാണെങ്കിൽ ഉപ്പ് വെള്ളത്തിലിട്ട് 10-15 മിനിറ്റ് നേരം മുക്കി വെച്ചിരുന്ന് പലയാവർത്തി കഴുകിയിട്ടാണ് വെജിറ്റബിൾസൊക്കെ കാറ്റത്ത് വെച്ച് ഫാനിൻ്റെ കീഴിൽ വെച്ച് കാറ്റ് കൊണ്ട് ഉണക്കിയാണ് അത് ഞാനൊക്കെ ഫ്രിഡ്ജിലെടുത്ത് വെക്കുക. എന്നിട്ട് എടുക്കുമ്പോൾ വീണ്ടും 2-3 പ്രാവശ്യം കഴുകിയിട്ടാണ് എടുക്കുന്നത്. അങ്ങനെയൊന്നുമല്ല, ഹോട്ടലുകാർ കഴുകാതെ തന്നെ വെട്ടിയരിഞ്ഞിട്ടായിരിക്കും ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അതൊക്കെ നിങ്ങൾ സൊമാറ്റോ, സ്വിഗ്ഗി എന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ച് കഴിക്കുന്ന ഉള്ളവരും ഇല്ലാത്തവരും ശ്രദ്ധിക്കുക. ഈ നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ്. ഇത്തരം ആഹാരം പുറത്തുനിന്ന് കഴിക്കുകയാണെങ്കിൽ കഴിവതും അവനവൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ആഹാരം തന്നെ കഴിക്കാൻ ശ്രമിക്കുക. ആണും പെണ്ണും ഇത്തിരി കുക്ക് ചെയ്തെന്നോർത്ത് ഒരു കുഴപ്പവും പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് ആരോഗ്യത്തോടെ നാളേക്ക് ജീവിക്കണമെങ്കിൽ വെജിറ്റബിൾസ് എന്തായാലും കൃഷി ചെയ്യാൻ പോകുന്നില്ലല്ലോ ഇവിടെയുള്ള ആണും പെണ്ണും ഒന്നും. പക്ഷേ എൻ്റെ വീട്ടിൽ വന്ന് നോക്കണം, എൻ്റെ ആവശ്യത്തിനുള്ള വെജിറ്റബിൾസൊക്കെ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. അത്രയ്ക്കും വാശിയാണ് എനിക്ക് എൻ്റെ ആരോഗ്യം സംരക്ഷിക്കപ്പെടണമെന്ന്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മുൻപിലിരുന്ന് ഇത്ര ശക്തിയോടുകൂടി ഇത്തരം കാര്യങ്ങൾ പറയാനുള്ള കരുത്ത് എനിക്ക് കിട്ടുന്നത്. ഞാൻ എൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി, അതായത് പുറത്തുനിന്ന് ഒരു കല്യാണത്തിന് പോയി ആഹാരം കഴിക്കാൻ പോലും താല്പര്യമില്ലാത്തൊരു സ്ത്രീയാണ് ഞാൻ. പുറത്തുനിന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. കുപ്പിവെള്ളം വില കൊടുത്ത് മേടിക്കുന്നത് പല ബോട്ടിൽസിലും ഈക്കോലിയുടെ അംശമുണ്ടെന്നാണ് ശാസ്ത്രീയമായിട്ടുള്ള പഠനം, അതായത് ഈ നമ്മുടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകാർ തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ എങ്ങനെയാണ് അങ്ങനത്തെ വെള്ളം വാങ്ങിച്ചു കുടിക്കുക? അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളം ഒരു കുപ്പിയിലാക്കിയാണ് എവിടെ പോയാലും 3 ദിവസത്തേക്കുള്ള യാത്രയ്ക്ക് പോയാലും ആവശ്യത്തിനുള്ള വെള്ളം കരുതിയാണ് പോകാറുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ അതുകൊണ്ട് അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യണമെന്നല്ല, ചെയ്താൽ നിങ്ങൾക്ക് നല്ലത് എന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇപ്പം അരിയുടെ കാര്യം ഞാൻ പറഞ്ഞു, ഇതുപോലെ തന്നെയാണ് നാം മേടിക്കുന്ന, ചില്ലറയായിട്ട് മേടിക്കുന്ന ഒട്ടുമിക്ക സാധനങ്ങളും. അപ്പോൾ ബ്രാൻഡഡ് ആയെങ്കിലോ, ബ്രാൻഡഡ് ആയാൽ അവരെ നമുക്ക് കൊടുക്കാൻ എളുപ്പമാണ്. ചില്ലറയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചില്ലറ മേടിച്ചത് നമ്മളാണ് വിഡ്ഢികളാകുന്നത്. അതുകൊണ്ട് പറയാം, ഏതായാലും ഇതാണ് അഡ്വർടൈസ്മെൻറ്റ്. ഇങ്ങനെയാണ് ഈ പറയപ്പെട്ട അരി. ആ അരി ഒരു ബ്രാൻഡഡ് കമ്പനിയുടെ ചാക്കിലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്ന് വെച്ചാൽ ആ ചാക്കിന്, ആ അരിക്ക് അഡ്വർടൈസ്മെൻറ്റ്, ഭയങ്കര അഡ്വർടൈസ്മെൻ്റ് ഉള്ള അരിയാണ്. ആ അരി ഞങ്ങൾ സ്ഥിരം മേടിക്കുന്നതാണ്. സാധാരണ ചാക്കിലാണ് മേടിക്കുന്നതെങ്കിൽ ആ ബ്രാൻഡോട് കൂടിയായിരിക്കും, ഒരു കുഴപ്പവുമില്ല. അതുകൊണ്ടാണ് ആ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഇഫക്റ്റ് കിട്ടാനാണ് മായം ചേർത്ത അരി ആ ചാക്കിലാക്കി വാങ്ങിപ്പിച്ചത് എന്ന് ഓർമ്മിക്കുക. എല്ലാ അഡ്വർടൈസ്മെൻറ്റ്സും, വസ്ത്രങ്ങളുടെ കാര്യത്തിലും എല്ലാം നമ്മളെ പാപ്പരാക്കാനുള്ള എല്ലാ വിദ്യയും നമ്മുടെ ഈ ഉൽപാദക സംസ്ഥാനങ്ങൾക്കുണ്ട്. അതിന് അരുപിടിക്കുന്നു നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്, നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റും. ആമസോണും ഫ്ലിപ്കാർട്ടും വഴി, അതുപോലെ മറ്റെല്ലാ കമ്പനികളും വഴിയുള്ള ഉൽപ്പന്നങ്ങൾ ഇവിടെ വിൽക്കുമ്പോൾ ഓർമ്മിക്കുക, അത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചവയായിരിക്കുകയില്ല. ഇന്ത്യയിലെ തൊഴിലില്ലായ്മ 83% എത്തി നിൽക്കുമ്പോൾ പോലും ഇവിടുത്തെ നാമമാത്ര ഇടത്തരം ചെറുകിട സംരംഭങ്ങൾ സ്തംഭനത്തിലാണ്. അവ ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ ഇവിടുത്തെ സംരംഭങ്ങളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഇവിടെ വിൽക്കണം. അതിന് ആമസോണിനെയും ഫ്ലിപ്കാർട്ടിനെയും നിർബന്ധിക്കുമോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ? നിയമപരമായിട്ട് നിയമം കൊണ്ടുവന്ന് അവരെ കൊണ്ട് ഇത്ര ശതമാനം ഇന്ത്യയിൽ വാങ്ങിക്കണം, ഇന്ത്യയിൽ, അതുപോലെ കേരളത്തിൽ ഇത്ര ശതമാനം കേരളത്തിൽ നിന്ന് വാങ്ങിച്ച് വിൽക്കാവൂ എന്ന നിയമം കേരളത്തിനും കൊണ്ടുവരാൻ ഇന്ത്യ കൊണ്ടുവരുന്ന നിയമത്തിൻ്റെ അരുപിടിച്ച് അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ നാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ വളരും. അത് വളരുന്നതോടുകൂടി തന്നെ നമ്മുടെ ജനങ്ങളുടെ വാങ്ങൽ ശേഷി വർദ്ധിക്കും. അപ്പോൾ ഇതൊന്നും ചെയ്യാതെ ഗവൺമെൻറ് എന്താണ് ചെയ്യുക? ഗവൺമെൻറ്റിനുണ്ടല്ലോ സ്പോൺസർഷിപ്പ് പോലെയുള്ള പരിപാടികളൊക്കെ. അപ്പം അതിനൊക്കെ ഈ വലിയ വ്യാപാരികളും വ്യവസായികളും, അതായത് കേരളത്തിന് വെളിയിലുള്ളവരും അകത്തുള്ളവരും എല്ലാവരുമാണ് സഹകരിക്കുന്നതും ഗവൺമെൻറ്റിൻ്റെ പോക്കറ്റ് സമ്പുഷ്ടമാക്കുന്നതും. ഖജനാവല്ല കേട്ടോ, ഖജനാവാണെങ്കിൽ അതിൻ്റെ പ്രയോജനങ്ങൾ ഇവിടുത്തെ പദ്ധതി പ്രവർത്തനങ്ങളിൽ വരുമല്ലോ.
ഖജനാവിലേക്കല്ല, ഇതൊക്കെ പ്രത്യേകം പോക്കറ്റുകളിലേക്കാണ് പോകുന്നത്, ഈ സ്പോൺസർഷിപ്പിൻ്റെ പണമൊക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ സംസ്ഥാനത്ത് ഒരിക്കലും വ്യവസായമോ ഒന്നും തന്നെ മുളച്ചു വരികയില്ല. ഉൽപ്പാദക സംസ്ഥാനമായി മാറില്ല. നമ്മൾ ഉപഭോക്തൃ സംസ്ഥാനമായി തന്നെ നിലകൊള്ളും. അപ്പോൾ നമ്മളെ വിറ്റ് കാശാക്കുകയാണ് നമ്മുടെ സർക്കാർ പോലും. നമ്മുടെ എങ്ങനെയാണ് വിൽക്കുന്നത്? വലിയ അഡ്വർടൈസ്മെൻറ്റും കൊണ്ട് ഇവിടെ വന്ന് വിൽപ്പന നടത്തുന്നവർക്ക് അവരിൽ നിന്ന് ഇനാം വാങ്ങുന്നു നമ്മുടെ സർക്കാർ. അവരിൽ നിന്ന് ഇനാം വാങ്ങിക്കൊണ്ട് അവർക്ക് വേണ്ടി നമ്മളെ വിറ്റ് കളയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഓർമ്മിക്കുക, ഓരോ സർക്കാരിനും നമുക്ക് കൊടുക്കാൻ നിർദ്ദേശമുണ്ടായിരിക്കണം. നമ്മുടെ ആരോഗ്യം നാം സംരക്ഷിക്കണമെങ്കിൽ ആ നിർദ്ദേശം ഗവൺമെൻറ് അനുസരിക്കുകയും ചെയ്യുന്ന ഗവൺമെൻറ്റുകൾ തന്നെ നമുക്ക് വരണം. അതുകൊണ്ട് ഈ ഓണത്തിന് വേണ്ടി അഡ്വർടൈസ്മെൻറ്റ് കണ്ട് ചാടി പുറപ്പെട്ട് വാങ്ങരുത്. അയൽവാസി വാങ്ങിയത് എന്ത് എന്ന് കണ്ട് അത് നോക്കി വാങ്ങാൻ പോകരുത്. വേണ്ടത് നമ്മുടെ വീട്ടിലേക്ക് എന്താണ് ആവശ്യം, നമ്മുടെ ബജറ്റിന് എന്താണ് ഒതുങ്ങുന്നത്, അത് മാത്രം വാങ്ങിക്കുക. അത് മാത്രം വാങ്ങുന്ന കുടുംബക്കാർ ആത്മഹത്യയിലേക്ക് പോകില്ല. ഭർത്താവും ഭാര്യയും തമ്മിൽ അടികലശലുണ്ടാവില്ല. മക്കൾക്ക് ദുർമാതൃകയായി പോവുകയില്ല. മക്കളും നല്ല വഴിയെ തന്നെ കണ്ടുപിടിച്ചു പോകും. അതുകൊണ്ട് അഡ്വർടൈസ്മെൻറ്റിൻ്റെ പിടിയിൽ വീഴാതെ സ്വന്തം മേധാശക്തി ഉപയോഗിച്ച് എനിക്കെന്ത് വേണം, എൻ്റെ കുടുംബത്തിന് എന്ത് വേണം, ഒന്നൊരുമിച്ചിരുന്ന് തീരുമാനിക്കുക. ആ തീരുമാനം അനുസരിച്ച് മാത്രം ഉൽപ്പന്നങ്ങളിൽ ചെലവഴിക്കുക. ആവശ്യമില്ലാതെ കടമെടുത്ത് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കൂട്ടി നിങ്ങളുടെ പൊങ്ങച്ചം കാണിച്ചാൽ ആ പൊങ്ങച്ചം നിങ്ങളുടെ ജീവിതത്തെ തകർത്ത് കളയും എന്നുള്ളത് ഓർക്കുക. തിരുവോണം ഒരു കാരണവശാലും നമ്മളെ നശിപ്പിക്കാനാകരുത്, നമ്മളെ നന്നാക്കാനായിരിക്കണം.